ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബിസിനസ് ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആർട്ട് ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ബിസിനസ് ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. ഇപ്പോൾ ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാതെ ഇന്നത്തെ കാലത്ത് അത് കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടോ പോപ്പുലറായിട്ടോ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ഓർഗനൈസേഷനിലും ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസും നോക്കാം. ഫസ്റ്റ്, ബിസിനസ് ആപ്ലിക്കേഷൻസ്. Business applications are based on cloud service providers. Today, every organization required cloud business application to grow their business. It also ensures that business applications are 24/7 available to the users. ഇന്നത്തെ കാലത്ത് ഈ ബിസിനസ് ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത് ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. അതിൻ്റെ പാർട്ടായിട്ടാണ് ബിസിനസ് ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ ഓർഗനൈസേഷനിലും നമ്മളുടെ ഈ ക്ലൗഡ് ബിസിനസ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആ ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡെവലപ്മെൻറ്റിലേക്ക് അത് മുന്നോട്ട് പോവുകയുള്ളൂ. മാത്രമല്ല 24/7 ഇത്തരം ബിസിനസ് ആപ്ലിക്കേഷൻസ് യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കുകയും കൂടി വേണം. അതാണല്ലോ മെയിനായിട്ട് നമ്മുടെ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബിസിനസ് ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ മെയിൽ ചിമ്പാണ്. മെയിൽ ചിമ്പ് എന്ന് പറയുന്നത് ഒരു ഇമെയിൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ ഇമെയിലിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ടെംപ്ലേറ്റ് ഡിസൈൻ ഓപ്ഷൻസ്, അതേപോലെ തന്നെ സെൻഡിങ് ടെംപ്ലേറ്റ്സ് ആൻഡ് സേവ് ടെംപ്ലേറ്റ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ മെയിൽ ചിമ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇമെയിലിങ്ങിൻ്റെ അതിൻ്റെ പ്ലാറ്റ്ഫോമിനകത്താണ് ഈ ഒരു മെയിൽ ചിമ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സെയിൽസ് ഫോഴ്സ്. ഈ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇത്. മെയിനായിട്ട് സെയിൽസിനും മാർക്കറ്റിങ്ങിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സെയിൽസ് ഫോഴ്സ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ്സ് ടൂൾ ഫോർ സെയിൽസ്, സർവീസ്, മാർക്കറ്റിംഗ് ആൻഡ് ഇ കൊമേഴ്സ് എക്സെട്ര. ഇ കൊമേഴ്സിനകത്തും മാർക്കറ്റിങ്ങിനകത്തും സെയിൽസിനും സർവീസിനകത്തൊക്കെയാണ് നമ്മൾ ഈ സെയിൽസ് ഫോഴ്സ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് ക്ലൗഡ് ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോമിന് അകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഈ സെയിൽസ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ചാറ്റർ. ചാറ്റർ ഹെൽപ്പ് us ടു ഷെയർ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഓർഗനൈസേഷൻ ഇൻ റിയൽ ടൈം. നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ, നമ്മൾ പറഞ്ഞത് ബിസിനസ് ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനകത്തുള്ള ഒരു ഓർഗനൈസേഷൻ്റെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അത് റിയൽ ടൈമിൽ വരുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഷെയർ ചെയ്യുന്നത് ഈ ചാറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ വരുന്നത് എന്താണ്, ബിട്രിക്സ് 24. ബിട്രിക്സ് 24 എന്ന് പറയുന്നത് ഒരു കൊളാബറേഷൻ പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്തിലൂടെ നമുക്ക് സോഷ്യൽ കൊളാബറേഷൻ ടൂൾസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ടൂൾസ്, മാനേജ്മെൻറ്റ് ടൂൾസൊക്കെ ഈ ഒരു ബിട്രിക്സ് 24 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത്തരം കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ വരുന്നത് എന്താണ്, പേപ്പാൽ. പേപ്പാൽ ഓഫേഴ്സ് സിംപ്ലസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് മോഡ്. നമുക്കറിയാം പേപ്പാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് ഏറ്റവും ബെസ്റ്റായിട്ടും സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ ഈ പേപ്പാൽ യൂസ് ചെയ്തിട്ട് കഴിയും. പേപ്പാൽ അക്സെപ്റ്റ് ദ പേയ്മെൻറ്റ് ത്രൂ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഓൾസോ ഫ്രം പേപ്പാൽ അക്കൗണ്ട് ഹോൾഡേഴ്സ്. എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്, ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാനും യൂസ് ചെയ്ത് കൊടുക്കാനും കഴിയും. പിന്നെ വരുന്നതാണ് സ്ലാക്ക്. സ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓർഗനൈസേഷനകത്തുള്ള കോൺവെർസേഷൻസും നോളജൊക്കെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലോഗമായിട്ടാണ് ഈ സ്ലാക്ക് സ്റ്റാൻഡ് ചെയ്യുന്നത്. ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ആണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും ഒക്കെ ഉള്ള ചാനൽ കമ്മ്യൂണിക്കേഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ കഴിയും. പിന്നെ വരുന്നതാണ് ക്വിക്ക് ബുക്സ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എൻ്റർപ്രൈസ് ഏത് ടൈമിലും എവിടെയും ഏത് ഡിവൈസിലും എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ വർക്ക് ചെയ്യണം. അത്തരം ടെർമിനോളജിയാണ് ഈ ക്വിക്ക് ബുക്ക് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ക്വിക്ക് ബുക്സ് വർക്ക്സ് ഓൺ ദ ടെർമിനോളജി റൺ എൻ്റർപ്രൈസ് എനി ടൈം, എനിവെയർ ഓർ എനി ഡിവൈസ്. ഏത് സമയത്തും എവിടെ വെച്ചും ഏത് ഡിവൈസിലും നമ്മുടെ എൻ്റർപ്രൈസ് റൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് ഓൺലൈൻ അക്കൗണ്ടിങ് സൊല്യൂഷൻസ് ഫോർ ദ ബിസിനസ്. മാത്രമല്ല ഇതൊരു ഓൺലൈൻ അക്കൗണ്ടിങ് സൊല്യൂഷനായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്.
ഇറ്റ് അലോസ് മോർ ദാൻ 20 യൂസേഴ്സ് ടു വർക്ക് സിമിൾട്ടേനിയസ്ലി ഓൺ ദ സെയിം സിസ്റ്റം. ഒരു സെയിം സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് തന്നെ 20-ൽ കൂടുതൽ യൂസേഴ്സിന് സിമിൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സൊല്യൂഷനും കൂടെ ഈ ക്വിക്ക് ബുക്സ് കാണുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബിസിനസ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് നമ്മളുടെ ബിസിനസ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് വൈഡായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്തൊന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആർട്ട് ആപ്ലിക്കേഷൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിങ് അതിൻ്റെ ബിസിനസ് ആപ്ലിക്കേഷൻസ് ആണ്. ഇന്ന് ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബിസിനസ്സിനകത്ത് അതിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാത്തിലും ഈ ക്ലൗഡിൻ്റെ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരും. മാത്രമല്ല ക്ലൗഡ് കമ്പ്യൂട്ടിങ് നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് തന്നെ 24/7 എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യേണ്ടിയും വരും. എന്നാൽ മാത്രമേ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുള്ളൂ. കാരണം നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഒരു ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെയിൽ ചിമ്പാണ്. ഇത് ഇമെയിൽ പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് ടെംപ്ലേറ്റ്സ് ഡിസൈൻ ചെയ്യാൻ, സെൻഡ് ചെയ്യാൻ, സേവ് ചെയ്യാനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ മെയിൽ ചിമ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞ ബിസിനസ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെയിൽസ് ഫോഴ്സ് ആണ്. അതായത് ഒരു ബിസിനസ്സിനകത്ത് വരുന്ന സെയിൽസ്, സർവീസ്, മാർക്കറ്റിംഗ്, ഇ കൊമേഴ്സ് അങ്ങനെയുള്ള എക്സെട്ര അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് ആപ്ലിക്കേഷനാണ് ഈ സെയിൽസ് ഫോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ചാറ്ററാണ്. നമ്മളുടെ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയൽ ടൈം ഇൻഫോർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ചാറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ വരുന്നത് ബിട്രിക്സ് 24. ബിട്രിക്സ് 24 എന്ന് പറയുന്നത് ഒരു കൊളാബറേഷൻ പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് സോഷ്യൽ കൊളാബറേഷൻ ഇൻക്ലൂഡഡ് ആണ്, അതിൻ്റെ ടൂൾസ് ഇൻക്ലൂഡഡ് ആണ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഇൻക്ലൂഡഡ് ആണ്, മാനേജ്മെൻറ്റ് ടൂൾസ് ഇൻക്ലൂഡഡ് ആണ്. അതാണ് ബിട്രിക്സ് 24 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. പിന്നെ വരുന്നതാണ് പേപ്പാൽ എന്ന് പറയുന്ന ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് മോഡാണ്. നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് പേപ്പാൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിലൂടെ നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ്സ് നടത്താം. നെക്സ്റ്റ് വരുന്നൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കോൺവെർസേഷൻസ്, നോളജൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെർച്ചബിൾ ലോഗാണ് നമ്മളിവിടെ സ്ലാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ആണ്. നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടൊക്കെ ഈ സ്ലാക്ക് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും കഴിയും. ദ ഫൈനൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്വിക്ക് ബുക്സ് ആണ്. അതായത് എൻ്റർപ്രൈസ് ഏത് സമയത്തും എവിടെ വെച്ചും ഏത് ഡിവൈസിലും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, റൺ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു ടെർമിനോളജിൻ്റെ ബേസിലാണ് ക്വിക്ക് ബുക്സ് വർക്ക് ചെയ്യുന്നത്. ഇത് ഒരുപാട് ഓൺലൈൻ അക്കൗണ്ടിങ് സൊല്യൂഷൻസിനും യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സിമിൾട്ടേനിയസ് ആയിട്ട് 20-ൽ കൂടുതൽ യൂസേഴ്സിന് സെയിം സിസ്റ്റം യൂസ് ചെയ്യാനും ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബിസിനസ് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കൺസെപ്റ്റൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.